ഹായ് ഹലോ മക്കളെ. അപ്പോൾ നമ്മുടെ ഹാഫ് ഇയർലി എക്സാം സ്റ്റാർട്ട് ചെയ്തു. 15-ാം തീയതി ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളം സെക്കൻഡിൻ്റെ എക്സാമാണ്. 10ാം ക്ലാസ് മലയാളം സെക്കൻഡ് എക്സാം ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ പോയിന്റുകൾ പറയേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ മാഷ് ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തല്ല, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടൂല. അത് ആദ്യം പറയാം. ഒരു എക്സാമിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെ ഭാഗമാണ് മാഷ് പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. ഏതൊക്കെ ഭാഗങ്ങളാണ് മാഷ് പറയുന്നത് നല്ലോണം ഒന്ന് ഊന്നി പഠിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം. അത് കുറച്ചും കൂടി നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. കാരണം ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ഒരു പാഠഭാഗത്തിന്റെ ആശയം ഏതിലാണ് ഉൾക്കൊള്ളുന്നത്, ആ വരികളായിരിക്കും മാഷ് പറയുന്നത്. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിരിക്കുക, അത് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ചാപ്റ്റർ മൊത്തമായിട്ട് കവർ ചെയ്തേ പറ്റൂ. ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ച് നിങ്ങൾ എക്സാമിന് പോകരുത്. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, ഇത് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ്. ഇത് നല്ലോണം ഫോക്കസ് ചെയ്ത് നിങ്ങൾ നോക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നമ്മളെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു, നിങ്ങളുടെ ക്വാർട്ടർലി എക്സാമിന് ഉണ്ടായിരുന്നു. മാഷിനി അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. നമുക്കിനി ഏകോദര സോദരർ നാം എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റും 3rd യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പറയാം. അതിന് മുമ്പേ നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ ഇതിന്ന് ഏതൊക്കെയാണ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേഗം നമുക്ക് പോവാം. സെക്കൻഡ് യൂണിറ്റിന് പ്രത്യേകത എന്താണ്? സെക്കൻഡ് യൂണിറ്റ് ഏകോദര സോദരൻ നാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ആ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു വചനമുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എന്റെ മാതൃക. ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തിയുള്ളതുമാകണം ഒരു മാതൃകാ സമൂഹം. അപ്പൊ അദ്ദേഹം ഊന്നി നിൽക്കുന്ന ഏതിലാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഈ പറയുന്ന സോഷ്യൽ പഠിക്കുന്ന ആൾക്കാരാണല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻ അതിൽ പറയുന്നുണ്ട് എന്താണ്? സ്വാതന്ത്ര്യം, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നില്ലേ, ആ ആശയം തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. എന്താണ്? ഈക്വാലിറ്റി, സമത്വം വേണം, സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് വേണം, പിന്നെന്താണ്? ഈ പറയുന്ന സാഹോദര്യം, ബ്രദർഹുഡ് വേണം. ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പൊ ഈ ഒരു 3 പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നിങ്ങളുടെ യൂണിറ്റുള്ള ബാക്കി 3 ചാപ്റ്റേഴ്സ് ഉള്ളത്. വിഷുക്കടി ഉണ്ട് അല്ലെ, വിഷുക്കടി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഉണ്ട് പഠിക്കാൻ. അതുപോലെ കെത്തളു എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ട് പഠിക്കാൻ. അപ്പൊ മാഷ് ഓരോന്നിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ അല്ല ഇവിടെ നടത്തുന്നത്. ഓക്കെ, വേഗം തന്നെ നമുക്ക് പോവാം. വിഷുക്കണി എന്ന പാഠഭാഗത്തിൽ നിങ്ങൾ പഠിക്കേണ്ട, ശ്രദ്ധിച്ചു പഠിക്കേണ്ട വരികൾ ഞാൻ പറയാം. കൂരിരുൾ ചുറ്റും വെട്ടമിന്നിയ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിന് അങ്ങേപ്പുറം എന്ന് പറയുന്ന ഭാഗം ചിലപ്പോൾ 3 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കാരണം അതായത് ആ ഒരു കവിത, ആ ഒരു ഭാഗത്തിന്റെ ആശയം എന്താണ് അത് നിങ്ങൾക്ക് അറിയാം. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക അല്ലെ. ഇരുട്ട് നിറഞ്ഞു കിടക്കുകയാണ്, അറിയാതെ കണ്ണ് തുറന്നു പോവുകയാണ് നമ്മുടെ കഥാപാത്രം അല്ലെ. അറിയാതെ കണ്ണ് തുറന്നു നോക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന എന്താണ്? തന്റെ വീട്ടിൽ മാത്രമേ വെളിച്ചുള്ളൂ, ബാക്കിയുള്ള പുറത്തുള്ള വീടുകളിലൊന്നും വെളിച്ചം കാണുന്നില്ല. അപ്പൊ ആ ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ സാഹോദര്യം എങ്ങനെയാണ് ഇതിൽ വരുന്നത് നമുക്കറിയാം. തന്റെ വീട്ടിൽ മാത്രമേ വെളിച്ചുള്ളൂ, അപ്പുറത്തുള്ള വീടുകളും തന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊന്നും വെളിച്ചമില്ല എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഈ വരികളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഇപ്പം പറഞ്ഞ വരി, അതേപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട അടുത്തൊരു വരി എന്ന് പറഞ്ഞാൽ അതേ പേജിൽ തന്നെ നിങ്ങൾ നോക്കൂ. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണ് കരളം നേരത്തും. ഈ വരിയും അതേപോലെ തന്നെ എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റും ഈ ഉൾനാട്ടിലൻ ചെങ്ങാതി ഭർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. ഈ ഭാഗവും നിങ്ങൾ നല്ലോണം നോക്കി വെക്കുക. അടുത്ത പറയുന്ന നോക്ക്, അടുത്ത പേജിൽ നോക്ക്. നീ ഉദാരതയുടെ പര്യായം വിയർപ്പു നീരാഴിയിൽ പിറനൃതി മഴ പോൽ വർഷിക്കുമ്പോൾ നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവയിലിൽ കായ്ക്കരി തൂങ്ങും കൊമ്പിൽ ഉയലാടിയും പുന്നൽ പായ്കളെ നൃത്യം ചെയ്തും പുകഴും പുരാ പുണ്യം. ഈ 3 വരികളിലും പറയുന്നത് ആരെയാണ്? ഐശ്വര്യ ദേവതയാണ്. അത് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 3 വരികളിലും പറയുന്നതാണ്, 3 ഭാഗങ്ങളിലും പറയുന്നതാണ് ഐശ്വര്യ ദേവതയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഭാഗം നോക്ക്. അടുത്ത ലാസ്റ്റിലേക്കുള്ള ലാസ്റ്റത്തെ വരി നോക്ക് നിങ്ങൾ. കണി കാണുന്നതിന് മുമ്പേ കൺ തുറന്നിട്ടാവാം ഞാൻ ഇനി പുലർക്കാലം വരെയും അസംതൃപ്തൻ. 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. എന്തുകൊണ്ടാണ് കവി അവിടെ അസംതൃപ്തനായി കാണപ്പെട്ടത്? ഇല്ലെങ്കിൽ കവിതയിൽ പരാമർശിക്കുന്ന കഥാപാത്രം അസംതൃപ്തനായി, അതായത് സന്തോഷമില്ലാത്തവനായി കാണപ്പെടുന്നത്. നമ്മളത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് സംതൃപ്തനാണ്, സന്തോഷവാനാന്ന് പെട്ടെന്ന് നമ്മൾ വായിച്ചോ. അവിടെ നോക്കുക, വാക്ക് നോക്ക്, വരെയും അസംതൃപ്തൻ എന്നാണ്. ഒറ്റ വാക്കായിട്ട് വരെയും
അസംതൃപ്തൻ എന്നുള്ള വാക്ക് ഒരുമിച്ച് എഴുതിയതാണ്. അതുകൊണ്ട് സംതൃപ്തനല്ല, സന്തോഷവാനല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിലെ പരാമർശിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ കവി അസംതൃപ്തനായി കാണപ്പെട്ടത്? നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, 3 മാർക്കിനും ക്വസ്റ്റ്യൻ വരാം. നല്ല പോലെ ശ്രദ്ധിക്കാം. ഇതാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്ത ചാപ്റ്റർ നോക്കി, ആനന്ദാശ്രുക്കൾ. അപ്പൊ എനിക്കൊന്നത് ക്ലിയർ ആണ് അല്ലെ? നമ്മൾ ഈ ഭാഗങ്ങൾ നല്ലോണം നോക്കി വെക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം. ഈ ഭാഗം നല്ലോണം നിങ്ങൾ നോക്കി വെക്കുക. മിക്കവാറും ഈ പറയുന്ന വിഷുക്കണി എന്ന ഭാഗത്തു നിന്നായിരിക്കും ഒരു വരി തന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ വാക്കിന്റെ അർത്ഥം ചോദിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം വന്നും ചോദിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും ഇതൊന്നും ചോദിക്കാം. ഇനി അടുത്ത ആനന്ദാശ്രുക്കൾ. ആനന്ദാശ്രുക്കൾ എന്നുള്ള പാഠഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നോവലാണ് അല്ലെ? മുറിപ്പാടുകൾ എന്ന് പറയുന്ന സാറ തോമസിന്റെ നോവൽ ഭാഗമാണ് ഏത്? ഈ പറയുന്ന ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്നത്. മുറിപ്പാടുകൾ പിന്നീട് മണിമുഴക്കം എന്ന പേരിൽ സിനിമയായിട്ടുമുണ്ട്. അതും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പം ഓരോ എഴുത്തുകാരെ പറ്റി, തൊട്ടു മുമ്പുള്ള എഴുത്തുകാരെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓരോ ചാപ്റ്ററിന്റെയും എഴുത്തുകാരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അവരെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ആനന്ദാശ്രുക്കൾ എന്നുള്ള പാഠഭാഗത്തിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട 3 കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ജോസ്, രണ്ടാമത്തെ ഫാദർ ഫ്രാൻസിസ്, മൂന്നാമത്തെ ആരാണ്? പീറ്റർ. അതായത് നമ്മുടെ ജോസിന് അനുജൻ എന്ന പോലെയുള്ള ഒരു കഥാപാത്രമാണ് പീറ്റർ. അപ്പൊ ഫാദർ ഫ്രാൻസിസ് എങ്ങനെയാണ് ജോസിന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത്? കഥയിലുണ്ട് അല്ലെ? സോറി, നോവൽ ഭാഗത്തുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, കഥ എന്നായി പോരുത്. അതൊരു നോവൽ ഭാഗമാണ്. കഥ എന്ന് എഴുതി വെക്കരുത്. നോവൽ ഭാഗമാണ് ഈ പാഠഭാഗം. അപ്പം ജോസ് എന്നുള്ള കഥാപാത്രത്തിന്റെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ ഫാദർ ഫ്രാൻസിസിനുണ്ടായ പങ്ക്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് സാഹോദര്യം, സ്നേഹം എന്നൊക്കെ പറയുന്ന, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന വലിയൊരു ആശയം. കാരണം അനാഥനാണ് ആര്? ജോസ് എന്ന കഥാപാത്രം. തന്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മുത്തച്ഛനും എല്ലാം കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ വാങ്ങുന്ന സമയത്ത്, സമ്മാനങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജോസ് മാത്രമാണ് ഒരു തരത്തിലും സമ്മാനങ്ങൾ ഇല്ലാതെ എവിടെ നിൽക്കുന്നത്? സ്കൂളിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ നിന്നാണ് ജോസിനെ കൈപിടിച്ചുയർത്തി ചേർത്ത് നിർത്തിക്കൊണ്ട് ഫാദർ ഫ്രാൻസിസ് എന്താക്കുന്നത്? കൂടെ കൊണ്ടുവരുന്നത്. നീ പഠിക്കണം, നീ ജയിക്കണം, നീ ആരുമില്ല എന്നുള്ള തോന്നൽ നിനക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവനൊരു മോട്ടിവേഷൻ നൽകുന്ന ആരാണ്? ഫാദർ ഫ്രാൻസിസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 70% ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 70%, 100 ഞാൻ പറയുന്നില്ല, 70% ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ പേജ്, അതായത് ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പേജ് നമ്പർ 34 ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കാണാം. ബോധവാനാകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാരഗ്രാഫ്. ആ പാരഗ്രാഫിന്റെ അവസാനത്തിൽ തൊട്ടുമുമ്പുള്ളൊരു വരി കാണാം. ഒഴുക്കു വെള്ളത്തിലെ ഒതളങ്ങാ പോലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒഴുക്കു വെള്ളത്തിൽ ഒതളങ്ങാ പോലെ. അതായത് ഇവിടെ ജലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജലത്തിന്റെ പ്രത്യേകം. ജലത്തിന്റെ മുകളിൽ നമ്മൾ എന്ത് സാധനം, പുഴയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഈ തേങ്ങയും മറ്റു വസ്തുക്കളൊക്കെ ഒഴുകുന്ന കണ്ടില്ലേ? ആ ഒഴുകുന്ന വസ്തുക്കൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എങ്ങനെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അങ്ങനെ ഒരു പ്ലാനും ഇല്ലാത്ത വസ്തുക്കളായിരിക്കും അത്. ആ വെള്ളത്തിന്റെ ഒഴുക്ക് എന്താണോ അതിനനുസരിച്ച് മാത്രം പോവുകയാണ് ആര് ചെയ്യുന്നത്? ഈ വസ്തുക്കളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതേപോലെയാണ് തന്റെ ജീവിതം എന്ന് ആർക്ക് തോന്നിപ്പോകുന്നു? ജോസിന്. കാരണം തന്നെ സ്നേഹിക്കാനോ തനിക്ക് സ്നേഹിക്കാനോ ഒരാൾ പോലുമില്ല. അതുകൊണ്ട് കാലമാകുന്ന ഒഴുക്ക് വെള്ളത്തിൽ വെറും ഒരു ഒതളങ്ങ പോലെ, ഒതളങ്ങ എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്, ഒതളങ്ങ പോലെ താനും ഇങ്ങനെ ഒഴുകിപ്പോവാണ്. ഒരു ദിശയുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ, ജീവിതത്തിന് ഒരു താല്പര്യമില്ലാതെ, ജീവിതം എന്ന് പറയുന്ന ഒരു സാധ്യതയ്ക്ക് പോലും ഒരു മുൻഗണന നൽകാതെ, അല്ലെങ്കിൽ തനിക്കൊരു ജോലി വേണം, തനിക്ക് പഠിക്കണം, തനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞൊരു ധാരണ പോലും ഇല്ലാതെ ഒരു ഒഴുകിപ്പോവുകയാണ് ആര് ചെയ്യുന്നത്? ജോസ് ചെയ്യുന്നത്. അപ്പം ഇത് ചോദിക്കും. 5 മാർക്കിനോ 3 മാർക്കിനോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നല്ല പോലെ ആ വാക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഇതിലെ ജോസിന്റെ 5 വയസ്സ് വരെയുള്ള ജീവിതകാലത്തെ പറ്റിയും നമ്മൾ പരാമർശിക്കുന്നുണ്ടല്ലോ. അതായത് കർമ്മലീത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഓർഫനേജിൽ സിസ്റ്റർ തെരേസായുടെ നേതൃത്വത്തിലാണ് ആര് വളർന്നത്? നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ജോസ് വളർന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 5 വയസ്സ് വരെയാണ്. അതിനുശേഷം ജോസിന് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നു. ജോസ് വലിയ വിദ്യാഭ്യാസം നേടുന്നു. അതിനുശേഷം ജോസ് എന്താക്കുന്നു? തന്റെ പീറ്റർ എന്ന് പറയുന്ന തന്റെ അനുജനെ പോലെ കാണുന്ന തന്റെ സുഹൃത്തിന്റെ അടുത്ത് ഈ വിവരം പറയാൻ വേണ്ടി പോകുന്നു. ഫാദർ ഫ്രാൻസിസിനെ കാണാൻ പോകുന്നു. അപ്പം നോവൽ ഭാഗം നിങ്ങൾക്ക് അറിയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള ഇതാണ് കെത്തളു എന്ന പാഠഭാഗമാണ്. കെത്തളു എന്ന പാഠഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏട്ടക്കൂരി നല്ലപോലെ പഠിക്കാം. ഏട്ടക്കൂരി അതിന്റെ മലയാള വിവർത്തനമായിട്ട് തന്നതാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഗോത്ര സാഹിത്യം. അപ്പം ഒരു പ്രത്യേക സമുദായത്തിൽ ജീവിക്കുന്നവരും പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ളവരുമാണ് ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ.
ആ ഗോത്രത്തിലെ വ്യക്തികൾ തന്നെ എഴുതുന്നതോ ആ ഗോത്രത്തെ പറ്റി എഴുതുന്നതാണ് ഗോത്ര സാഹിത്യം. അതിൻ്റെ അകത്ത് അവരുടെ ജീവിത സാധ്യതകൾ, ജീവിത രീതികൾ, അവരെങ്ങനെ ജീവിക്കുന്നു, അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട് ഗോത്ര സാഹിത്യം എന്ന് പറഞ്ഞാൽ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വരികൾ ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വരികൾ ഞാൻ പറഞ്ഞുതരാം. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, ലാസ്റ്റത്തെ ആ 3 സെറ്റ് വരികൾ. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു, മലയിടിച്ച് മലയുടെ അകത്തുള്ള പൊടി, കല്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതിനകത്ത് വെള്ളപ്പൊടിയാണ്, കരിങ്കല്ലൊക്കെ പൊടിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലേ, ആ വെള്ളപ്പൊടി വരെ ചോരയായിട്ട് ഇവിടെ ചോരയായിട്ട് സങ്കല്പിക്കുന്നു. അതേപോലെ നോക്ക്, ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. അതായത് കാട്ടിലുള്ള കല്ലുകളെല്ലാം എന്താ ചെയ്യുന്നത്, ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്താക്കുന്നു, കല്ലുകളെല്ലാം എടുത്തു കൊണ്ടുവന്ന് ഇവിടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നും ഇല്ലാതെ അവിടെ ചൂഷണം ചെയ്ത് അവിടെ നിന്നുള്ള പ്രകൃതിയിലെ വിഭവങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് അവരെന്താക്കുന്നു, അത് വിൽക്കുന്നു. അതാണ് അങ്ങാടി, മാർക്കറ്റാണ്. കാട്ടിലൊന്നും നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റില്ല. അപ്പം അങ്ങാടി കാണുന്നു എന്ന് പറഞ്ഞ എന്താണ്, മാർക്കറ്റിൽ വിൽക്കുന്നു. അടുത്ത വരി നോക്ക്, ഞാൻ ഇരുന്നിരുന്ന, വാക്ക് ശ്രദ്ധിക്കണം, ഇരുന്നിരുന്ന, അതായത് ഒരു കാലത്ത് ഞാൻ ഇരുന്നിരുന്ന, പാസ്റ്റ് ആണ് പറയുന്നത്, ഭൂതകാലമാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. അതിന്റെ അർത്ഥം എന്താണ്, വളരെ ഫർണിഷ്ഡ്, അതായത് നമുക്കറിയാം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ വീട്ടിൽ ഏത് മരത്തിന്റെ ഉപകരണത്തിന് എന്തുണ്ടാവും, തിളക്കം ഉണ്ടാവും, വഴുവഴുപ്പും ഉണ്ടാവും, ഒരു തിളക്കവും ഉണ്ടാവും, ഒരു വഴുക്കലും ഉണ്ടാവും. ആ വഴുക്കലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാട്ടിലുള്ള മരങ്ങളെല്ലാം മുറിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് അതെന്താക്കുന്നു, ഒരു ഷേപ്പിലേക്ക് മാറ്റി, സോഫയുടെ ഷേപ്പിലോ കസാരയുടെ ഷേപ്പിലോ ടേബിളിന്റെ ഷേപ്പിലൊക്കെ മാറ്റി അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് വിൽക്കുന്നു. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത വരും, 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൊരി തിരിച്ചിറങ്ങി, ഊത്തക്കാലത്തും രക്ഷയില്ല. ഊത്തക്കാലത്തും എന്നുള്ള വാക്ക് ചിലപ്പം 1 മാർക്കിന് ചോദിക്കാം, എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാം. അപ്പൊ ആലോചിക്കുക, അതായത് ഊത്തക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പണ്ട് 2 മത്സ്യങ്ങൾ എന്ന കഥ പഠിച്ചിട്ടുണ്ട്. മീനുകൾ മുട്ടയിടാൻ വേണ്ടി ശുദ്ധജല തടാകം തേടി പോകും, അതിനെയാണ് നമ്മൾ പറയുക പ്രജനനകാലം എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ പറയുന്നത് ഊത്തക്കാലം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. അടുത്തൊരു ചാപ്റ്റർ നമുക്ക് പറയാനുള്ളത് നോക്കുക, 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്ന ഒരു ഭാഗം. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു പുസ്തകത്തിന്റെ അവതാരിക നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴടുത്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പുസ്തകത്തിന്റെ അവതാരിക. അപ്പൊ ശ്രദ്ധിക്കണം, കഥ, കവിത, നോവൽ, ലേഖനം മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ത്, പുതിയൊരു പുസ്തകത്തിന്റെ അവതാരിക. ഒരു പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ അതെന്താക്കുന്നു, ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതുകയാണ്, ഞാൻ എന്താക്കും, അത് സാഹിത്യകാരനായിട്ടുള്ള ഒരു വ്യക്തിയോ എന്റെ പുസ്തകത്തെ നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്ന ഒരാൾക്കോ ഞാൻ അത് കൊണ്ടേ കൊടുക്കും. ആ വ്യക്തി ഇത് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും പരാമർശിക്കുന്ന, ഈ പുസ്തകത്തെ പറ്റി എന്താണ് അദ്ദേഹത്തിന് തോന്നിയത് എന്ന കാര്യങ്ങൾ എഴുതുന്നതാണ് അവതാരിക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ചരിത്രം രചിച്ച നാടകം, അതായത് VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് എഴുതിയ ഒരു അവതാരികയാണ്. ആരാ എഴുതിയത്? ഇത് ആരാ എഴുതിയത്? നമുക്കറിയാം ആരാണ്, കേളപ്പനാണ് എഴുതിയത്, അല്ലെ? കേളപ്പനാണ് എഴുതിയത്. അപ്പം കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കേളപ്പൻ. അദ്ദേഹമാണ് എന്താക്കിയത്, ഇതിനെ അവതാരിക എഴുതിയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാഠഭാഗം മാത്രം പഠിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഇതിൽ ഒരു ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇത്തരത്തിലൊരു നാടകങ്ങൾ VT ഭട്ടതിരിപ്പാട് എഴുതിയത്. VT ഭട്ടതിരിപ്പാട് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, VT ഭട്ടതിരിപ്പാടിനോടൊപ്പം തന്നെ ഇതൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ശ്രദ്ധിക്കണം, എക്സാം ഓറിയന്റഡ് പോയിന്റ് ആണ് ഇത്. നിങ്ങൾ നല്ലോണം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോ. കാരണം VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളൊരു നാടകം മാത്രമേ നിങ്ങൾ പരിചയപ്പെടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. MRB എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയ നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നൊരു നാടകം. മറ്റൊരു നാടകം ഋതുമതി എന്ന് പറഞ്ഞൊരു നാടകം, അത് എഴുതിയത് ആരാണ്? MP ഭട്ടതിരിപ്പാടാണ്. അപ്പൊ ഈ 3 നാടകങ്ങളുമാണ് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിന്റെ അകത്തുള്ള സ്ത്രീ ജനങ്ങളുടെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും പറയുന്ന നാടകം. ഇല്ലെങ്കിൽ അവരുടെ ഈ നമ്പൂതിരി സമുദായത്തിനകത്തുള്ള സ്ത്രീകൾ, അന്തർജന സ്ത്രീകളുടെ ജീവിതം എന്താണ്, ഈ തരത്തിലല്ല പോകേണ്ടത്, മാറണം എന്ന് പറഞ്ഞ നാടകങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് മാറണം എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഒരു കാലത്ത് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലുള്ള സ്ത്രീകളുടെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കാരണം 15 വയസ്സ് 14 വയസ്സുള്ള സമയത്ത് തന്നെ ഇവരെ കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? കല്യാണം കഴിക്കുന്ന വ്യക്തിയുടെ പ്രായം, അതായത് ഇവരെ കല്യാണം കഴിക്കുന്ന വ്യക്തിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയല്ല, 18, 19, 20, 25 അല്ല, 60, 65 വയസ്സും പ്രായമുള്ള, വളരെ പ്രായം ചെന്ന വൃദ്ധനായിട്ടുള്ള തമ്പുരാന്മാരായിരിക്കും, നമ്പൂതിരിമാരായിരിക്കും 14, 15 വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നത്.
അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞു ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ മിക്കവാറും ഈ പറയുന്ന വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു ജീവിതം ജീവിക്കാനോ മറ്റൊരു വിവാഹം കഴിക്കാനോ ജീവിതത്തിൽ സുന്ദരമായ നിമിഷങ്ങൾ ആസ്വദിക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ ആഭരണം ധരിക്കാനോ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് പോകാനോ ഒന്നും ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തെ അന്തർജനങ്ങൾക്ക് പറ്റിയിരുന്നില്ല. ആ വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഈ പറയുന്ന നാടകങ്ങളെല്ലാം. അന്നത്തെ കാലത്ത് നാടകം വളരെ പ്രസക്തമാണ്. സാമൂഹിക നാടകങ്ങൾ എന്ന് പറയുന്നത് വളരെ ശക്തി ആർജിച്ച കാര്യങ്ങളാണ്. അന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികളെയും കലയിലൂടെയായിരുന്നു ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്ത കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഭാഷ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവണമെന്നില്ല. അതൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഭാഷയിൽ എല്ലാ കാലത്തും സംഭവിക്കും. അപ്പൊ ഇതിൽ സംസ്കൃത സ്വഭാവമുള്ള ഭാഷയാണ്. ഇതിൽ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ബഹിപ്രസരം എന്നുള്ള വാക്ക്, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്പൂതിരി സമുദായത്തിനകത്തുള്ള പ്രശ്നങ്ങളെ പറ്റി പരാമർശിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്ന ഒരു നാടകമാണിത്. അതിനെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് എന്താണ്, നാടകത്തെ വളരെ ശക്തമായിട്ട്, നാടകത്തിലൂടെ വളരെ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെയും എല്ലാം എതിർക്കുക, വളരെ ശക്തമായിട്ട് എതിർക്കുക. അന്നൊക്കെ VT ഭട്ടതിരിപ്പാടിനെതിരെയൊക്കെ വലിയ പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. നമ്പൂതിരി സമുദായത്തിനകത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാർ തന്നെ. കാരണം VT ഭട്ടതിരിപ്പാടും MP ഭട്ടതിരിപ്പാടും MRB പോലുള്ള വ്യക്തികളൊക്കെ തന്നെ എന്താണ്, ഈ പറയുന്ന നമ്പൂതിരി സമുദായത്തിലുള്ള വ്യക്തികളാണ്. അവർക്കെതിരെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തന്നെ നമ്മുടെ സമുദായത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർ ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ നോക്ക് നിങ്ങൾ പേജ് നമ്പർ 43 ലാസ്റ്റ് ഭാഗം. തൽഫലമായി യുവാക്കൾ ആ വേദാധ്യയനത്തെ എതിർത്തു. അതായത് ഈ പറയുന്ന പാരമ്പര്യമായിട്ട് വരുന്ന നമ്പൂതിരി വ്യവസ്ഥകളെ എതിർത്തു. പരിവേദനം നടപ്പിലാക്കി. മറക്കുട തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു. അപ്പൊ മറക്കുട എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള പുരുഷന്മാരെ കാണാതിരിക്കാൻ വേണ്ടി ഈ നമ്പൂതിരി സ്ത്രീകൾ, അതായത് പ്രധാനമായിട്ടും വിധവകളായിട്ടുള്ള സ്ത്രീകൾ, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ എന്താ ചെയ്യുന്നത്, മറക്കുട വെച്ച് മുഖം മറച്ചുകൊണ്ടാണ് നടക്കുക. ആ മറക്കുട തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു. അത്തരം വ്യവസ്ഥകളിൽ നിന്നും പുറത്തു വന്നു. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. ഇന്നെന്താണ് ഈ പറഞ്ഞ നാടകത്തിലൂടെ എന്ത് സംഭവിച്ചു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, ആധുനിക വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടി പറ്റി. ഇല്ലെങ്കിൽ അവർ അതിനു വേണ്ടി തയ്യാറായി. വിധവാ വിവാഹം നടത്തി. അതായത് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ അവകാശം, വിധവാ വിവാഹം, അത് നടത്താനുള്ള ഒരു കാര്യം വന്നു. അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുവാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി. എന്താണ് അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാൽ? അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി, വളരെ ശക്തമായിട്ട് തന്നെ അവർ മുന്നിട്ടിറങ്ങി. അതാണ് അരയും തലയും മുറുക്കി എന്നുള്ളൊരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ എന്തെല്ലാം മുണ്ട് മുറുക്കി എടുത്ത് പോകുക എന്നുള്ളതല്ല. അവരതിനു വേണ്ടി തയ്യാറായി, വളരെ ശക്തമായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരാൾ ഓടാനോ നടക്കാനോ അല്ലെങ്കിൽ അയാൾ കാര്യം ചെയ്യുന്നതിന് മുമ്പേ മുണ്ട് മടക്കി കുത്തുന്നത്. അതേപോലെ തന്നെയാണ് മുണ്ടൊന്ന് മുറുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നീ നാടകം, അതിന്റെ പ്രസക്തി, അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽ പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു. ഇത് നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദീർഘനിദ്രയിൽ നിന്ന്, അതായത് ദീർഘനിദ്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഉറങ്ങിക്കിടക്കുക. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഈ പറയുന്ന സിസ്റ്റങ്ങളൊക്കെ ഏതോ കാലത്ത് മാറേണ്ടതാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ വരുന്ന സിസ്റ്റങ്ങളൊക്കെ ഏതോ കാലത്ത് മാറേണ്ടതാണ്. പക്ഷെ മാറിയിട്ടുണ്ടായിരുന്നു ഇല്ല. ആ മാറ്റം വളരെ മുമ്പ് തന്നെ അനിവാര്യമായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം എന്താ ചെയ്തത്, ആ ദീർഘനിദ്ര, അതായത് ഈ മാറ്റങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ സന്ദർഭങ്ങളിൽ നിന്നും എല്ലാം തന്നെ സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽ പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വിദ്യുൽ പ്രസരം എന്ന് പറയുന്നത് വൈദ്യുതിഘാതമാണ്. അതായത് ഒരു ഷോക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് അവിടെ പറയുന്നത്. അത് നല്ലോണം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ആ ചാപ്റ്ററിൽ പറയാനുള്ളത്. നിങ്ങൾ ആ ചാപ്റ്റർ നല്ലോണം വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക, നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നിങ്ങളുടെ ഗൈഡോ നോട്ട്ബുക്ക് ഒക്കെ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, മലയാളം എക്സാമിന് എന്താക്കണം, ടെക്സ്റ്റ് ബുക്ക് വളരെ കൃത്യമായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. കാരണം നിങ്ങളുടെ ഗൈഡും നിങ്ങളുടെ നോട്ടും എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കണ്ടന്റ് നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കൂ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാതിരിക്കരുത്, അതാണ് വളരെ പ്രധാനം. നോട്ടോ
കാര്യങ്ങളോ അല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ എക്സാം ഓറിയന്റഡ് പോയിന്റുകളാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു പോകരുത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എക്സാം നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് തന്നെ നിങ്ങൾ എഴുതുക. ഒരു ടെൻഷനും വേണ്ട. 1.5 മണിക്കൂർ സമയം തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ധാരാളമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി. 7 മാർക്കിന്റെ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യനും 1 മാർക്കിന്റെ 4 ക്വസ്റ്റ്യനും ഈ പാറ്റേണിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. വളരെ സമയബന്ധിതമായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എഴുതുക, ഹാപ്പി ആയിട്ട് എഴുതുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് എഴുതുക. അല്ല പ്രിപ്പയർ ചെയ്യാതെ എഴുതരുത്. ഒരു കാര്യം പറയാണ്, പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും എക്സാം എഴുതാൻ നിൽക്കരുത്. വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതുക. ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ബി ഫ്രീ. ആ 1.5 മണിക്കൂർ സമയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ടൈമാണ്, മറ്റാരുടെയും ടൈമല്ല. നിങ്ങളുടെ മാത്രം ടൈമാണ്, വേറെ ആരും ടൈമല്ല. 1.5 മണിക്കൂർ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച, ഒന്നാലോചിക്കുക, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 6 മാസവും പകുതിയും അല്ലെ, 6.5 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്ത ടോപ്പിക്കാണ് നിങ്ങൾ വീണ്ടും ഒരു എക്സാമിലേക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 6.5 മാസം പഠിച്ച അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അത് വീണ്ടും ഞാൻ പറയാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും മക്കളെ എക്സാം എഴുതാൻ പോകരുത്. ടെക്സ്റ്റ് ബുക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ടെക്സ്റ്റ് ബുക്ക് വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ടും ഗൈഡിന്റെ അപ്പുറത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് വായനയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എക്സാം എഴുതുക. ഒരു കൺഫ്യൂഷനും വേണ്ട. ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വായിക്കുക. ആസ്വാദനക്കുറിപ്പ് ചോദിക്കുകയാണെങ്കിൽ ആ കവിത തന്നിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് വായിക്കുക. 3-4 തവണ വായിക്കുക. 15 മിനിറ്റ് കോൾ ഓഫ് ടൈം അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കുക. നിങ്ങൾ വെറുതെ സമയം കളയരുത്. 15 മിനിറ്റ് കോൾ ഓഫ് ടൈം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ എന്താക്കുക, അതിനുള്ള ആൻസേഴ്സ് ഫീഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ റീകളക്ട് ചെയ്യുക. അതേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിനുള്ള ഉത്തരം ഞാൻ ഇങ്ങനെ എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 15 മിനിറ്റ് സമയം കോൾ ഓഫ് ടൈം തരും. 15 മിനിറ്റ് വലിയൊരു സമയമാണ്. വളരെ പെട്ടെന്നൊന്നും പോകില്ല, വളരെ പതുക്കെ മാത്രം പോകുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയം കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. പരീക്ഷ നല്ല രീതിയിൽ എഴുതുക. എല്ലാവർക്കും എൻ്റെ വക all the best. Okay, thank you.